ഇന്ന് നമ്മൾ കന്യാകുമാരിയിലാണുള്ളത്. പണ്ട് കാലത്ത് കേപ്പ് കൊമോറിൻ എന്നറിയപ്പെട്ടിരുന്നു ഇവിടെ. പണ്ടിവിടെ വാണിജ്യ കേന്ദ്രമായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന പേരാണ് കേപ്പ് കൊമോറിൻ എന്നത്. 3 മഹാസമുദ്രങ്ങൾ സംഗമിക്കുന്ന ഈ കന്യാകുമാരി ഒരു വിസ്മയ തീരം കൂടിയാണ്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സംഗമിക്കുന്നു ഇവിടെ. കുട്ടിക്കാലത്ത് വിവേകാനന്ദ പാറയിൽ പോകാനും തിരുവള്ളുവർ പ്രതിമ കാണാനുമൊക്കെ ആയിട്ടാണ് കന്യാകുമാരിയിൽ നമ്മൾ എത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നത് കാരണം അതിൽ കയറാൻ ഒരു മോഹവുമുണ്ട്. വിവേകാനന്ദ പാറയിലേക്ക് ചെറിയ ബോട്ടുകളിലാണ് പോകുന്നത്. രാവിലെ 7:15 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കിട്ടുന്നത്. മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ബോട്ടിലേക്ക് കയറാം. ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ലൈഫ് ജാക്കറ്റ് ധരിക്കണം. ഇവിടെ നിന്നും 10 മിനിറ്റ് മതി നമുക്ക് വിവേകാനന്ദ പാറയിലെത്താൻ. 1970-ലാണ് വിവേകാനന്ദ പാറ നിർമ്മിച്ചത്. സ്വാമി വിവേകാനന്ദനോടുള്ള ആദരസൂചകമായാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. പിന്നെയുള്ള തിരുവള്ളുവർ പ്രതിമയ്ക്ക് 133 അടി ഉയരമാണ്. 2000 ജനുവരിയിലാണ് തിരുവള്ളുവർ പ്രതിമ കരുണാനിധി ഉദ്ഘാടനം ചെയ്യുന്നത്. വിവേകാനന്ദ പാറയിൽ നിന്നും തിരുവള്ളുവർ പ്രതിമയിലേക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ കൂട്ടുകാരെ, വളരെ സങ്കടമായി പോയ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സാധിച്ചില്ല. എന്താണെന്നല്ലേ? കാലാവസ്ഥ നോക്കിയ ഗ്ലാസ് ബ്രിഡ്ജിൽ ആളിനെ പ്രവേശിപ്പിക്കുകയുള്ളൂ. നല്ല കാറ്റോ മഴയോ അങ്ങനെയുള്ള മോശം കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിപ്പിക്കുകയില്ല. സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ പോയ ദിവസം ഭയങ്കര കാറ്റായിരുന്നു. കാറ്റ് അതിഭയങ്കരമായ കാറ്റ്. നമുക്ക് ഈ കടലിൽ നോക്കുമ്പോൾ മനസ്സിലാകും അത്. വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ബോട്ടുകളൊക്കെ ചാഞ്ഞും ചരിഞ്ഞുമൊക്കെയാണ് പോകുന്നത്. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ടത്തേക്കുള്ള യാത്രയും അങ്ങ് ഒഴിവാക്കി. ഒന്നും പറയാൻ പറ്റില്ല, അമ്മാതിരി കാറ്റായിരുന്നു. പിന്നെ അടുത്തുള്ളത് ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണുകയൊക്കെയാണ്. ഇവിടെ ഫുട്പാത്തിലൊക്കെ അടിപൊളി ഫുഡുകളൊക്കെ ഇവിടെ വിൽക്കുന്നത് കാണാം. കന്യാകുമാരിയിൽ വരുന്നവർ കന്യാകുമാരി ക്ഷേത്രത്തിൽ കയറണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നല്ല ഒരു കാണാനുമൊക്കെ നല്ല അടിപൊളി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. സൺസെറ്റ് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ കഴിഞ്ഞില്ല, അത്രയും മേഘങ്ങളായിരുന്നു. ഇവിടെ ഒറിജിനൽ രുദ്രാക്ഷം, ഒറിജിനൽ ശംഖൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.